വിളിച്ചല്ലോ, നീ എവിടെയായിരുന്നേ? എടാ എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നേ. ഫോൺ എടുത്തപ്പോഴാ കണ്ടത്. നാളെ ലിയന്റെ വീട്ടിലേക്ക് പോണ്ടേ? എടാ നിങ്ങൾ പോയിക്കോളി, എന്നെ അമ്മ വിടുന്നു തോന്നുന്നില്ല. നീ ഇല്ലാതെ ഞങ്ങളും പോകത്തില്ല. എടാ അമ്മ വിടുവെന്ന് എനിക്ക് അറിയൂലട്ടോ. അതിനാദ്യം നീ ഒന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ടല്ലേ? ആ രാവിലെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, പിന്നെ ഉറപ്പ് പറയുന്നില്ലേ. ആദ്യം നീ ഒന്ന് ചോദിച്ചു നോക്ക് ലച്ചു, എന്തായാലും വിടും. ആ ചോദിക്കട്ടെ. പിന്നെന്താ, ഫുഡ് കഴിച്ചോ? ഇല്ലടാ കഴിച്ചില്ല. നീ കഴിച്ചോ? ഓ കഴിച്ചു. ഇവിടെ എല്ലാരും നേരത്തെ കഴിക്കും. ലച്ചു എന്നാ ശരി, അമ്മ വിളിക്കുന്നുണ്ട്. ഓക്കേടി, നാളെ കാണാം. അമ്മനോടൊപ്പം ചോദിക്കണോ? അല്ല വേണ്ട, നാളെ ചോദിക്കാം. ലച്ചു, ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ ബാഗിൽ വിളിക്കാതെ വന്ന് നിൽക്കരുതെന്ന്? മനുഷ്യ പേടിച്ചു പോയി. സോറി അമ്മേ. അല്ല എന്തേ രാവിലെ തന്നെ എണീറ്റെന്ന്? ഇന്ന് ക്ലാസ് ഒന്നുമില്ലല്ലോ, സൺഡേ അല്ലേ? ഒന്നുമില്ലമ്മേ, അമ്മയെ സഹായിക്കാന്ന് വിചാരിച്ച്. ആരെ നീയോ? അയ്യോ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അമ്മ ഞാൻ ഉണ്ടാക്കാമേ ഭക്ഷണം. വേണ്ട വേണ്ട, നീ നിന്നെ കൊണ്ടാവുന്ന ചെയ്താ മതി. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു തന്നെ. ഓ ഇതാണോ? ഇതൊക്കെ നിസ്സാരം. അമ്മ അങ്ങോട്ട് മാറി നിക്കി. പിന്നെ ഇന്നത്തേക്കാണേ ഇതൊക്കെ ഇപ്പൊ കയ്യമ്മേ. കഴിഞ്ഞാ മതിയായിരുന്നേ. അമ്മേ ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ എണീറ്റോ? അല്ലേലും ക്ലാസ് ഇല്ലാത്തന്ന് നേരത്തെ എണീക്കും. ക്ലാസ് ഇല്ലെന്നോ എത്ര വിളിച്ചാലും എണീക്കൂല. പാറുന്നെന്തേടെ? അവരെണീറ്റില്ല. 7 മണി ആവുന്നല്ലുള്ളൂ, കുറച്ചുകൂടെ കിടന്നോട്ടെ. അയ്യോ എന്താ ഞാൻ എന്തായി കാണുന്നേ? ഇനി എന്റെ കണ്ണിന് വല്ലതും പറ്റിയതാണോ? അല്ലല്ലോ. ദേ അധികം അങ്ങോട്ട് അഭിനയിക്കല്ലേ. ഇത് ചേച്ചി തന്നെയാണോ സംശയമാ. ചേച്ചി ഇത്ര നേരത്തെ എണീക്കാറില്ലല്ലോ. അമ്മയെ ഹെൽപ്പ് ചെയ്യലും വല്ലപ്പോയാ. അമ്മേ ദേവോ മിണ്ടാതൊക്കെ. ഏതായാലും ചേച്ചി കിച്ചണിൽ കയറിയതല്ലേ, എനിക്ക് ഒരു ഗ്ലാസ് ചായയുടെ എടുത്തോ. അയ്യടാ വേണേ എടുത്തു കുടിച്ചോ. ഓ ഇനിയിപ്പോ 2 ദിമ തുടങ്ങണ്ട രാവിലെ തന്നെ. അല്ലെങ്കിൽ ആർക്ക് വേണം ചേച്ചിയുടെ ചായ? ലച്ചു അരിഞ്ഞു കഴിഞ്ഞോ? ഇത് മതി അമ്മേ. ആ അത് മതി അമ്മേ. പിന്നല്ലേ, ആ പറ, നിനക്ക് കുക്ക് ചെയ്യാനാണോ? അതൊന്നുമില്ല. പിന്നെ അമ്മ ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും ലിയന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനെന്താ, ഞാനും പൊക്കോട്ടെ? ഓ അപ്പൊ അതാണല്ലേ നേരത്തെ എണീക്കലും അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. ഇത് ഞാൻ കളാക്കി തരും. എന്താ അമ്മ അവരുടെ കൂടെ ഞാനും പോട്ടെ? വേണ്ടാന്ന് അമ്മ, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാരും ഉണ്ട്. റോസ്ന, സാൻഡ്ര, അലീന അവരൊക്കെ ഉണ്ട് അമ്മേ. വേഗം വരുമോ? ആ അമ്മേ വേഗം വരൂ. ഇനിയിപ്പോ നിന്നായിട്ട് വിടാതൊക്കെ ഉണ്ടല്ലോ. പിന്നെ അച്ഛനോട് പറയണേ. അച്ഛന്റെ സമ്മതൊക്കെ ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്മനോട് ചോദിച്ചു നോക്കാന്. താങ്ക് യു അമ്മേ. ലവ് യു ഉമ്മ. ഉമ്മല്ല വാപ്പ. ഞാൻ റെഡി ആവട്ടെ. ചെല്ല്. അമ്മേ എന്താടി ചായ വേണോ? ഞാൻ ഇപ്പൊ എടുത്തു തരാം. എനിക്ക് ചായ ഒന്നും വേണ്ട. അമ്മ എന്തിനാ ലച്ചു ചേച്ചിയെ വിട്ടേ? പിന്നെ അവളെ ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോ അവള് മാത്രമായി ഇവിടെ നിൽക്കുക? വേറെ എങ്ങോട്ടും ഇല്ലല്ലോ, അവളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കല്ലേ. എന്നാലും ഒറ്റക്കൊന്നുമല്ലല്ലോ, അവരെല്ലാരും കൂടല്ലേ. പിന്നെ ലച്ചു നിന്റെ പോലെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എന്നാലും ഒരെന്നാലുമില്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? ചായ വേണോ? എനിക്ക് വേണ്ട. ഇവക്ക് എന്ത് പറ്റി? അമ്മേ എന്നാ ഞങ്ങൾ പോയേച്ചു വരാം. ആ ശരി, മക്കള് സൂക്ഷിച്ചു പോണേ. ആ ലിയക്കറിയാം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നേ. അമ്മേ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ആഹാ ഇന്ന് പിറന്നാളാണോ? എന്നിട്ട് ലച്ചു ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വിട്ടുപോയതമ്മേ. എന്നിട്ട് നിങ്ങൾ ഗിഫ്റ്റ് മേടിക്കുന്നില്ലേ? ആ മേടിക്കുന്നുണ്ട് അമ്മേ. ലച്ചു നീ ഗിഫ്റ്റ് മേടിക്കാനുള്ള ക്യാഷ് എടുത്തിട്ടുണ്ടോ? ആ അമ്മേ അച്ഛൻ തന്നിട്ടുണ്ട്. ശരി എന്നാ മക്കള് ചെല്ലി. ശരി അമ്മേ. എന്റെ ഒരു പ്ലാനും വർക്കാവുന്നില്ലല്ലോ. എന്തായാലും ഞാൻ ചേച്ചിക്കിട്ട്